നമസ്കാരം. ദക്ഷിണേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തെ പിടിച്ചുലയ്ക്കുന്ന ഒരു വലിയ സൈനിക നീക്കത്തിലേക്കാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും നീങ്ങുന്നത്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി പുറത്തുവരുന്ന വാർത്തകൾ വിരൽ ചൂണ്ടുന്നത് ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്കാണ്. താലിബാൻ ഭരണകൂടത്തിന്റെ വക്താവ് സബീഹുള്ള മുജാഹിദും അഫ്ഗാനിസ്ഥാൻ സൈനിക മേധാവി ഫസിഹുദ്ദീൻ ഫിത്രത്തും ഒരേ സമയം പാകിസ്ഥാനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അഫ്ഗാൻ മണ്ണിൽ പാകിസ്ഥാൻ നടത്തിയ ബോംബാക്രമണങ്ങൾക്ക് മറുപടിയായി പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ താലിബാൻ ഡ്രോൺ ആക്രമണം നടത്തിയതായാണ് റിപ്പോർട്ടുകൾ. സബീഹുള്ള മുജാഹിദ് പുറത്തുവിട്ട ഓഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് മറ്റ് വഴികളില്ലായിരുന്നു. കാബൂളിലും കാണ്ഡഹാറിലും പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണങ്ങൾക്കുള്ള മറുപടിയായി ഇസ്ലാമാബാദ്, അബോട്ടാബാദ്, നൌഷേര, ജംറൂദ് എന്നിവിടങ്ങളിലെ സൈനിക താവളങ്ങൾ താലിബാൻ വ്യോമസേന ലക്ഷ്യം വെച്ചു. കേവലം ഒരു അതിർത്തി തർക്കത്തിനപ്പുറം പാകിസ്ഥാന്റെ ഹൃദയഭാഗത്തേക്ക് ഡ്രോണുകൾ അയക്കാൻ താലിബാന് സാധിച്ചു എന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. തങ്ങളുടെ സൈനിക നീക്കം വൻ വിജയമാണെന്നാണ് താലിബാൻ അവകാശപ്പെടുന്നത്. ഇവിടെ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം പാകിസ്ഥാന്റെ സുരക്ഷാ കവചത്തെക്കുറിച്ചാണ്. ചൈനീസ് നിർമ്മിത അത്യാധുനിക വ്യോമപ്രതിരോധ സംവിധാനങ്ങളായ HQ-9, HQ-16 എന്നിവ കൈവശമുള്ള പാകിസ്ഥാന് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ചെറിയ ഡ്രോണുകളെ തടയാൻ സാധിച്ചില്ല എന്നത് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ്. ഇസ്ലാമാബാദിലെ അതീവ സുരക്ഷാ മേഖലകളിൽ പോലും ഡ്രോണുകൾ എത്തിയത് പാകിസ്ഥാന്റെ റഡാർ സംവിധാനങ്ങളുടെ പരാജയമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ശതകോടികൾ മുടക്കി ചൈനയിൽ നിന്ന് വാങ്ങിയ പ്രതിരോധ ഉപകരണങ്ങൾ താലിബാന്റെ ലളിതമായ ഡ്രോൺ സാങ്കേതികവിദ്യയ്ക്ക് മുന്നിൽ നിഷ്പ്രഭമായി എന്ന് സോഷ്യൽ മീഡിയയിലും പ്രതിരോധ വിദഗ്ധർക്കിടയിലും വിമർശനം ഉയരുന്നുണ്ട്. അഫ്ഗാൻ സൈനിക മേധാവി ഫസിഹുദ്ദീൻ ഫിത്രത്തിന്റെ വാക്കുകൾ കൂടുതൽ കടുപ്പമേറിയതായിരുന്നു. ഒരു വിരൽ അനക്കിയാൽ മുഷ്ടികൊണ്ട് മറുപടി നൽകും എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഒരു താക്കീത് മാത്രമല്ല, മറിച്ച് ഒരു വ്യക്തമായ യുദ്ധതന്ത്രം കൂടിയാണ്. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്താൽ ഇസ്ലാമാബാദോ മറ്റ് പ്രധാന നഗരങ്ങളോ സുരക്ഷിതമായിരിക്കില്ലെന്ന് അദ്ദേഹം തുറന്നടിച്ചു. തങ്ങളുടെ അതിർത്തികൾ സംരക്ഷിക്കാൻ താലിബാൻ സൈന്യത്തിന് പൂർണ്ണ പ്രാപ്തിയുണ്ടെന്നും അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുന്നു. ഫെബ്രുവരി 27 കണക്കുകൾ പ്രകാരം അതിർത്തിയിൽ കടുത്ത വെടിവെപ്പ് തുടരുകയാണ്. പാകിസ്ഥാൻ സൈന്യം തങ്ങളുടെ പ്രത്യാക്രമണത്തിന് ഓപ്പറേഷൻ ഗസബ് ലിൽ ഹക്ക് എന്ന് പേരിട്ടിരിക്കുകയാണ്. 100-ലധികം താലിബാൻ സൈനികരെ കൊലപ്പെടുത്തിയതായി പാകിസ്ഥാൻ അവകാശപ്പെടുമ്പോൾ പാക് സൈനിക താവളങ്ങൾ തകർത്തു എന്നാണ് താലിബാന്റെ വാദം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ പോരാട്ടം ദക്ഷിണേഷ്യയിലെ സമാധാന അന്തരീക്ഷത്തെ പാടെ തകർത്തിരിക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽരാജ്യങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് ഈ നീക്കങ്ങളെ നിരീക്ഷിക്കുന്നത്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ഈ പോരാട്ടം എങ്ങോട്ട് നീങ്ങും? ചൈനീസ് പ്രതിരോധ സംവിധാനങ്ങളുടെ പരാജയം പാകിസ്ഥാനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമോ? വരും ദിവസങ്ങളിൽ ഈ മേഖലയിൽ നിർണായകമായ പല മാറ്റങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി കാത്തിരിക്കാം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.